ഗോഡ്സ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോർ ദാൻ 16 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഹൈലി സക്സസ്ഫുൾ ആയില്ല. നിങ്ങൾക്ക് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് വിസിറ്റ് അവർ ഓഫീസ്, നമ്മുടെ സോഷ്യൽ മീഡിയ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്രത്തോളം സക്സസ് ഡെയിലി ബേസിസ് വരുന്നുണ്ട് എന്ന്. സോ ഹോപ്പ് യു ക്യാൻ ചെക്ക്, ഹോപ്പ് യു ഫൈൻഡ് ഇറ്റ്. ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് ഈവനിങ് ഓൾ. ഫ്രൈഡേ ആണ്. ഐ നോ ദാറ്റ് നമ്മൾക്ക് എല്ലാവർക്കും ലൈക്ക് ഫ്രൈഡേ വീക്കെൻഡ് ആണ്, ചിലർക്ക് സാറ്റർഡേ വീക്കെൻഡ് ആണ്. പക്ഷെ നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്യാനുള്ള നിങ്ങളുടെ ഇൻട്രസ്റ്റും അതിനെപ്പറ്റി അറിയാനുള്ള നിങ്ങളുടെ താല്പര്യവും വളരെ സന്തോഷം ഉണ്ടാക്കുന്നു. ബിക്കോസ് അത്രയും നമ്പേഴ്സ് ആണ് ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ബിക്കോസ് പാർട്ടിസിപ്പൻസിന്റെ എണ്ണം കാണുമ്പോഴാണോ നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളമാണ് ഇതിനെപ്പറ്റി ആഗ്രഹിക്കുന്നതിന്റെ ട്രാൻസ്പെറൻസിയും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന്. സോ നിങ്ങളുടെ പ്രൊഫൈലിനെ പറ്റിയുള്ള വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു ഇൻഫർമേഷൻ ആയിരിക്കും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് എക്സാക്ട്ലി പറഞ്ഞാൽ എന്താണ് ആക്ച്വലി മൈഗ്രേഷൻ ഇൻഡസ്ട്രിയിൽ നടക്കുന്നത്, എങ്ങനെയാണ് മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നത്. പെട്ടെന്ന് കിട്ടുന്ന ഒരു വിസ അല്ല പെർമനന്റ് റെസിഡൻസി വിസ. ഇന്ന് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് നാളെ ഗ്രാൻഡ് ആവുന്ന വിസ അല്ല, ഇത് നമ്മളുടെ പെർമനന്റ് സെറ്റിൽമെന്റ് ആണ്. അതിനുശേഷം നമുക്ക് കിട്ടാൻ പോകുന്നത് സിറ്റിസൺഷിപ്പ് ആണ്. സോ അങ്ങനെ ഒരു വലിയൊരു കാറ്റഗറി വിസയിലോട്ടാണ് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് ചെയ്യുന്നത്. അതിന് ഡെഫിനറ്റ്ലി എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് ഉണ്ടാവും. ഒരു എലിജിബിലിറ്റി ഇല്ലാണ്ട് ഒരാൾക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രൊഫൈല് മനസ്സിലാക്കി വളരെ ആക്യുറേറ്റ് ആയിട്ട് ഒരു ഇൻഫർമേഷൻ തരാനാണ് ഗോഡ്സ്പീഡ് ആഗ്രഹിക്കുന്നത്, നമ്മളുടെ പാനൽ ആഗ്രഹിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല. ഐ ഓൾവേസ് ബിലീവ് എന്താണോ ക്ലയന്റിന്റെ ആക്ച്വൽ പ്രൊഫൈൽ, അവരെന്താണോ ആക്ച്വലി ചെയ്യേണ്ടത് അത് അവർ അറിഞ്ഞിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് അവർ അറിഞ്ഞതിന് ശേഷം ആ പ്രോസസ്സ് ചെയ്യാനുള്ള ഡിസിഷൻ അവർക്ക് എടുക്കാം. നമ്മൾ എന്ന് പറയുമ്പോൾ ഒരു മൈഗ്രേഷൻ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു റോങ് പാത്ത് അവർക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. അതെന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ എന്നും കരുതുന്ന കാര്യമാണ് ആസ് എൻ മൈഗ്രേഷൻ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന ആളെന്നുള്ള നിലയ്ക്ക്. സോ ഞാനൊരു 16 വർഷമായിട്ട് ഇൻഡസ്ട്രി വർക്ക് ചെയ്യുകയാണ്. സോ ഇൻഡസ്ട്രിയോടുള്ള എന്റെ റെസ്പോൺസിബിലിറ്റി, നിങ്ങളോടുള്ള എന്റെ റെസ്പോൺസിബിലിറ്റി അത് ഡെഫിനറ്റ്ലി ഫുൾഫിൽ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഓരോ ക്യൂനെയും ഇന്ന് അറ്റൻഡ് ചെയ്യുന്നത്. സോ എന്താണ് ഗോഡ്സ്പീഡ് മറ്റുള്ള കമ്പനികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? റൈറ്റ്, എപ്പോഴും ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവും. വൈ ടു ചൂസ് ഗോഡ്സ്പീഡ്? എന്തിന് ഞങ്ങൾ നിങ്ങളെ സെലക്ട് ചെയ്യണം? അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഗുഡ് ഈവനിങ് ഓൾ. ആക്ച്വലി ഐ എം വെരി സോ മച്ച് ഹാപ്പി. കാരണം ഇത്രയധികം ആൾക്കാർ ഈ ഒരു സമയത്ത് ജോയിൻ ചെയ്യുന്ന കാണുമ്പോഴത്തേക്കും ഐ എം ഫീലിംഗ് സോ മച്ച് പ്രൗഡ്. എനിക്കറിയാം നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെബിനാർ പങ്കെടുക്കുന്നതെന്ന് അറിയാം. അതിനെക്കാട്ടും ഉപരി രേണു മാമിനോട് ഡയറക്ട്ലി ക്വസ്റ്റ്യൻസ് ചോദിക്കാനും. നെക്സ്റ്റ് ഇനിയും മറിയമാണ്. വി ആർ പ്ലാനിങ് ടു ഗോ ടു കാനഡ. ആളെ 2-3 ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ഷെയർ ചെയ്തേക്കുന്നത്. ഐ ഹാവ് 4+ years എക്സ്പീരിയൻസ് ആസ് എൻ അക്കൗണ്ടന്റ്. ടോട്ടൽ 10 years എക്സ്പീരിയൻസ് ഉണ്ട്. ഫാമിലി മൈഗ്രേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ BCom ആണ്. BCom അക്കൗണ്ടന്റ്, 10 years ഓഫ് എക്സ്പീരിയൻസ്, ഫാമിലി ആയിട്ട് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് കാനഡ. പ്രൊഫൈൽ നല്ല പ്രൊഫൈലാണ്. അക്കൗണ്ടന്റ് ഈസ് വെരി ഗുഡ് പ്രൊഫൈൽ ഫോർ കനഡിയൻ മൈഗ്രേഷൻ. താങ്കൾക്ക് ചാൻസസ് ഉണ്ട്. പ്രൊഫൈൽ വെച്ച് നോക്കുവാണെങ്കിൽ താങ്കൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അക്കൗണ്ടന്റ്, മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, ടാക്സേഷൻ അക്കൗണ്ടന്റ്, ബാങ്കിങ് പ്രൊഫഷണൽസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഗവൺമെന്റ് ജോബ് ഒക്കെ കിട്ടാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ഓക്യുപ്പേഷൻ ആണ് അക്കൗണ്ടിംഗ് പ്രൊഫൈൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കരീഷ്മയാണ്. ഐ എം IT പ്രൊഫഷണൽ, മാരീഡ് and with a kid. My husband is marine engineer, 3rd engineer ആണ്. Applying PR to Australia. I already contacted Godspeed and got the information regarding the skill assessment with me as the main applicant. My query is for my husband as a marine engineer. Once we migrate to Australia with PR, can he choose the same profession or should he convert his professional documents to Australian standards? Also, can he get same professional job? One more query during medical checkup before granting visa. During that due date, if my husband is sailing on ship, what is dealing procedure for medical check? Or can he take medical check prior? And not planning to keep him as a dependent on PR, but we together in a single process. Okay, fine. You're a marine engineer, married with a kid, IT professional. Okay, as an IT professional, you can become a main applicant. താങ്കളുടെ ഹസ്ബൻഡിനെ നമുക്ക് ആസ് എൻ മറൈൻ എഞ്ചിനീയർ കോ ആപ്ലിക്കന്റ് ആക്കാം. അദ്ദേഹത്തിന് മറൈൻ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ ജോബിന് ട്രൈ ചെയ്യാൻ പറ്റും. നോട്ട് എൻ ഇഷ്യൂ. അദ്ദേഹത്തിന് ആ ഇൻഡസ്ട്രിയാണ് താല്പര്യമെങ്കിൽ ഇൻഡസ്ട്രി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സോ ഹി ക്യാൻ ലുക്ക് ദ സെയിം പ്രൊഫൈൽ ജോബ്സ്. അദ്ദേഹത്തിന് അവിടെ സെയിം പ്രൊഫൈൽ ജോബ് കിട്ടും. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്കളുടെ ഹസ്ബൻഡിനെ കോ ആപ്ലിക്കന്റ് ആക്കാനാണ് നമുക്ക് പറ്റുന്നത്. മൈഗ്രേഷൻ പ്രോസസ്സിനകത്ത് താങ്കൾ മെയിൻ ആപ്ലിക്കന്റും സ്പൗസ് കോ ആപ്ലിക്കന്റ് ആകും. താങ്കൾക്ക് എന്ത് വിസയാണോ ഗ്രാന്റ് ചെയ്ത് കിട്ടുന്നത് സെയിം അതേ കാറ്റഗറി വിസ തന്നെയായിരിക്കും സ്പൗസിന് ഗ്രാന്റ് ചെയ്ത് കിട്ടുന്നത്. താങ്കൾ ഇപ്പോൾ പെർമനന്റ് റെസിഡൻസി വിസ കിട്ടുന്നത് 5 വർഷത്തേക്കാണ്. താങ്കൾക്ക് അവിടെ ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. താങ്കൾക്ക് അവിടെ വർക്ക് ചെയ്യാം, പഠിക്കാം. അത് തന്നെ സ്പൗസിനും ആപ്ലിക്കബിൾ ആണ്.
ഗോട്ട് ഇറ്റ്. ഇറ്റ്സ് എൻ ഇൻഡിവിജ്വൽ വിസയാണ്. അതുകൊണ്ട് താങ്കളിൽ അദ്ദേഹം ഡിപ്പെൻഡ് അല്ല. അദ്ദേഹത്തിന് ആ വിസ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻഡിവിജ്വൽ. അതുകൊണ്ടാണ് ആക്ച്വലി ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഒരു പെർമനന്റ് റെസിഡൻസി ഉള്ള ഒരാള് ഓസ്ട്രേലിയക്ക് എത്തിയ ശേഷം ഇവിടുന്ന് ഒരാളെ പിന്നീട് മാരേജ് ചെയ്യുകയാണെങ്കിൽ സ്പൗസ് വിസയ്ക്ക് ഇത്രയും ഡോക്യുമെന്റ്സ് ചോദിക്കുന്നത്. ബിക്കോസ് ദർ ആർ ദ സിസ്റ്റം ലൈക്ക് ഇവിടുന്ന് മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ട് ഫാമിലി മെമ്പേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഫേക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കൊടുത്ത് സ്പൗസ് വിസ ആക്കി എടുക്കുമായിരുന്നു പണ്ടൊക്കെ. വെൻ ഐ സ്റ്റാർട്ടഡ് മൈ കരിയർ ലൈക്ക് അത് 16 വർഷങ്ങൾ 15 വർഷം ആ സമയത്തൊക്കെയാണ് ഇത് കൂടുതലും അങ്ങനെയൊക്കെ. എന്നുവെച്ചാൽ ഡോക്യുമെന്റേഷൻ അത്ര സ്ട്രിക്റ്റ് അല്ലല്ലോ. അണ്ടർസ്റ്റുഡ്? സോ മനസ്സിലാവുന്നുണ്ടല്ലോ. സോ അപ്പൊ അവര് വിസ കിട്ടും. അവിടെ ചെന്നിട്ട് അവര് ഫാമിലി മെമ്പേഴ്സ് ആണ്, കസിൻസ് ആണ്, അല്ലെങ്കിൽ ബ്രദർ സിസ്റ്റർ ആണെന്ന് അവർക്കറിയാമല്ലോ. സോ അവരവിടെ ചെന്നിട്ട് അപ്പൊ അത് ഗവൺമെന്റ് ഫൈൻഡ് ഔട്ട്. ബിക്കോസ് ഈ വിസക്ക് ഇത്ര വാല്യൂ ഉണ്ട്. കോ ആപ്ലിക്കന്റിനും അത്രത്തോളം തന്നെ വാല്യൂ ഉണ്ട്. കോ ആപ്ലിക്കന്റിനും ഇൻഡിപെൻഡന്റ് ആണ്, മെയിൻ ആപ്ലിക്കന്റും ഇൻഡിപെൻഡന്റ് ആണ്. ലൈക്ക് ഈ വിസ കോ ആപ്ലിക്കന്റ് ആയിട്ട് ഫയൽ ചെയ്യുന്നേ ഉള്ളൂ. താങ്കളുടെ ഹസ്ബൻഡിന് എല്ലാ ഫ്രീഡവും ഉണ്ടാവും അവിടെ വർക്ക് ചെയ്യാനും സ്റ്റഡി ചെയ്യാനും. ഫ്രീ മെഡിക്കൽസ്, എവറിത്തിങ് അപ് ടു സിറ്റിസൺഷിപ്പ്. സിറ്റിസൺഷിപ്പും അദ്ദേഹത്തിന് കിട്ടും. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓസ്ട്രേലിയ ആസ് വെൽ as ന്യൂസിലൻഡ് സിറ്റിസൺഷിപ്പ്. നൗ മെഡിക്കൽസിലോട്ട് കടക്കുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. മെഡിക്കൽസിന്റെ വാല്യൂ 6 months ആണ്. അദ്ദേഹത്തിന്റെ എന്നാണോ ലാസ്റ്റ് അദ്ദേഹം കയറാൻ പോകുന്നത് ആ സമയം നമുക്ക് മെഡിക്കൽസ് എടുത്തു വെക്കാം. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നമുക്ക് മെഡിക്കൽസിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് അത് സബ്മിറ്റ് ചെയ്തിട്ട് ഗവൺമെന്റിനോട് പറയാം മെഡിക്കൽസ് ഇന്ന സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആദ്യം ഒരു മെഡിക്കൽസ് എടുത്ത് അത് വർക്ക്ഔട്ട് അത് എന്തെങ്കിലും കാരണവശാൽ എക്സ്പയർ ആകുവാണെങ്കിൽ നമുക്ക് മെഡിക്കൽസിന്റെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത ശേഷം വി വിൽ സേ ദാറ്റ് ഇന്ന ഡേറ്റിൽ മെഡിക്കൽസ് കൊടുക്കുന്നു, നമുക്ക് ഗവൺമെന്റിനോട് സബ്മിറ്റ് ചെയ്തിട്ട് അത് ഹാൻഡിൽ ചെയ്യാം. ഡു നോട്ട് വറി, ഡോക്യുമെന്റേഷൻ നമ്മുടെ ടീം ഹാൻഡിൽ ചെയ്തോളും. ഓൾറെഡി നമ്മൾ സെയിം കാറ്റഗറി പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. മറൈൻ കാനഡയ്ക്കായിരുന്നില്ല അഞ്ചു നമ്മൾ ഹാൻഡിൽ ചെയ്തത്? മറൈനിലായിരുന്നു ഹസ്ബൻഡ്? both നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കാനഡ ആസ് വെൽ ആസ് ഓസ്ട്രേലിയ. റീസെന്റ് ഓൾസോ വി ഹാവ് ഫൈൽഡ് ഓസ്ട്രേലിയ ആപ്ലിക്കേഷൻ. സെയിം ആള് സെയിലിംഗിലായിരുന്നു. ബട്ട് ആൾക്ക് ഈ പറഞ്ഞ പോലെ പ്രയർ ആയിട്ട് ചെയ്ത് വെക്കാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് സെയിലിംഗിലായിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് നിയറസ്റ്റ് ഉണ്ടായിരുന്ന പോർട്ടിൽ ലാൻഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റി. ബട്ട് അങ്ങനെ അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് പ്രയർ ആയിട്ട് മെഡിക്കൽ ചെയ്ത് വെക്കാൻ പോകുന്നതിന് മുൻപ് ചെയ്യാം. ഇൻ കേസ് അത് എക്സ്പയർ ആവുന്ന സിറ്റുവേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് പിന്നീട് കൊടുത്താൽ മതി. അത് നമുക്ക് ലെറ്റർ നമുക്ക് അത് ചെയ്യാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. അത്രേ ഉള്ളൂ. നമ്മളത് ഫയൽ ചെയ്ത് വെക്കും. സബ്മിറ്റ് ദ സെയിം. ദാറ്റ്സ് ഇറ്റ് ഓൾ ടുഗദർ. നോ വറീസ് അറ്റ് ഓൾ. അപ്പൊ അതിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല. PCCയുടെ കാര്യത്തിലും ടെൻഷൻ വേണ്ട. സെയിം PCC ഓൾസോ വി വിൽ ഹാൻഡിൽ ഇറ്റ്. സോ ഡോക്യുമെന്റേഷൻ അപ്പൊ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ മറൈൻ എഞ്ചിനീയർ ആയിട്ട് ഓസ്ട്രേലിയക്ക് താങ്കൾക്ക് ഇവിടെ താങ്കളുടെ സ്പൗസിന് ഓസ്ട്രേലിയൻ പെർമനന്റ് റെസിഡൻസി കിട്ടിയാൽ മറൈനിൽ ഓപ്പർച്യൂണിറ്റി കൂടുതൽ കിട്ടും. ആൻഡ് സാലറിയും ഇപ്പോൾ ഉള്ള സാലറി ആയിരിക്കത്തില്ല. The next question, Atulyana. I don't know how far your team has done a community worker visa. I'm a development studies student working in national NGO for almost 5 years now. So what I figure out is that I might be eligible for a community worker, not a social worker, as I don't hold an MSW degree. But have you had experience in migration in this particular field? I have a lack of confidence to go ahead. I couldn't receive testimonials or success stories of this particular migration. It would be great if you can share a bit about this. കമ്മ്യൂണിറ്റി വർക്കർ ആയിട്ടാണ് പറയുന്നത്. താങ്കൾക്ക് BSW ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് MSW ഇല്ല എന്ന് പറയുന്നു. സോ മൈറ്റ് യു ഹാവ് എൻ BSW, റൈറ്റ്? കമ്മ്യൂണിറ്റി വർക്കർ ആയിട്ട് താങ്കൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ either you have a BS sociology, otherwise might you have a BSW, റൈറ്റ്? either one ഉണ്ടാവാം. അങ്ങനെയാണെങ്കിൽ കമ്മ്യൂണിറ്റി വർക്കർ അഗൈൻ ഫോളിംഗ് അണ്ടർ ഡിപെൻഡ്സ് അപ്പോൺ 4 years എക്സ്പീരിയൻസ് ഉണ്ട്. ഓസ്ട്രേലിയ ആണോ ചോദിക്കുന്നത്, കാനഡയാണോ ചോദിക്കുന്നത്? അത് മെൻഷൻഡ് അല്ല. അത് മെൻഷൻഡ് അല്ല. കാനഡയാണ്. നോ വറീസ്, യു ആർ എലിജിബിൾ, യു ക്യാൻ മൈഗ്രേറ്റ് ടു കാനഡ. കുഴപ്പമൊന്നുമില്ല. ഓസ്ട്രേലിയയാണ് മാം. ഓസ്ട്രേലിയയാണ്. അവിടെ നെക്സ്റ്റ് ചാറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഏജ് 27. ഓസ്ട്രേലിയയാണ് നോക്കുന്നത്. ഓസ്ട്രേലിയയാണ്. കമ്മ്യൂണിറ്റി വർക്കർ എന്നല്ലേ പറയാം. വെറ്റസസ് വഴി നമുക്ക് നോക്കാം. നോ വറീസ്. അപ്പൊ നമ്മൾക്ക് വരുന്ന താങ്കൾക്ക് BSW അല്ലെങ്കിൽ BS സോഷ്യോളജി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. വർക്ക് ചെയ്ത ശേഷം താങ്കൾക്ക് 3 വർഷത്തെ എക്സ്പീരിയൻസ്, ലാസ്റ്റ് വർക്ക് ചെയ്തതിൽ താങ്കൾക്ക് എക്സ്പീരിയൻസ് 4 വർഷം ലാസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യു ആർ എലിജിബിൾ. നമുക്ക് ട്രൈ ചെയ്യാവുന്ന ഒരു പ്രൊഫൈലാണ്. നമുക്ക് വെറ്റസിസ് വഴി, നമ്മൾ ASW വഴി ചെയ്യുന്നില്ല. ബിക്കോസ് MSW ഇല്ല എന്ന് താങ്കൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ASW വഴി അല്ല ചെയ്യുന്നത്, വെറ്റസിസ് വഴി നമുക്ക് ചെയ്യാം. വി ക്യാൻ ട്രൈ. ബിഫോർ ദ സെയിം എനിക്ക് അഗൈൻ താങ്കളുടെ റെസ്യൂമെ കിട്ടിയാൽ എനിക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയോട് കൂടി മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം എലിജിബിലിറ്റി പ്രൊഫൈലിനുണ്ട്, എന്താണ് ജോബ് ചാൻസസ് ഇൻ ഓസ്ട്രേലിയ. കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് താങ്കൾക്ക് എത്ര പെനി കിട്ടും, പെർ അവർ എത്ര സാലറി കിട്ടും, അതൊക്കെ താങ്കൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞു തരാൻ പറ്റുമായിരുന്നു. And the next question, Subinana. Hi ma'am, I'm diploma and BTech holder in electrical and electronics engineering stream. Married person, 30 years of age.
The first question, seeking for skilled job in Australia, single entry. I have 7 years of experience in both electrical instructor, trainer ആയിട്ട് then PF and salary slipും കാര്യങ്ങളൊക്കെ ഉണ്ട്. And as an electrician in another company with same PF and salary slips. Also, I have electrical grade B license issued by the Kerala government to supervise electrical construction work in Kerala state from 2020 onwards. Which job is more suitable for me in Australia and which experience need to be highlighted in my resume? ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 30 years, താങ്കൾക്ക് PF സാലറി ഉണ്ട്, ഇലക്ട്രിക്കൽ ഇൻസ്ട്രക്ടർ ട്രെയിനർ. താങ്കളുടെ റെസ്യൂമെ കണ്ട ശേഷം താങ്കൾക്ക് എക്സാക്ട് ഓക്യുപ്പേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ബ്ലാങ്ക് ആയിട്ട് നമുക്ക് ഓക്യുപ്പേഷൻ ഇപ്പൊ സജസ്റ്റ് ചെയ്യാൻ പറ്റില്ല താങ്കൾക്ക്. ആൻഡ് അതാണ് ഫസ്റ്റ്. സിംഗിൾ എൻട്രി, താങ്കളുടെ ഒരു സ്കിൽഡ് ജോബ്, ഒരു സ്കിൽഡ് മൈഗ്രേഷൻ വിസയാണ് ഓസ്ട്രേലിയ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് സിംഗിൾ എൻട്രി അല്ല. എന്തിനാ സിംഗിൾ എൻട്രി? സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം എൻട്രി ആയാൽ പിന്നെ എക്സിസ്റ്റ് അടിക്കാൻ പറ്റില്ലല്ലോ. ഇത് മൾട്ടിപ്പിൾ എൻട്രി ആണ്. എന്ന് വെച്ചാൽ താങ്കൾ എൻട്രി ആവുന്നു, എപ്പോ വേണമെങ്കിലും എക്സിസ്റ്റ് അടിക്കാം, പിന്നെ എൻട്രി ആവാം. 5 വർഷത്തിൽ എപ്പോ വേണമെങ്കിലും പോകാൻ വരാം. 3.5 വർഷത്തിന് ശേഷം സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാം. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യും. 185 കൺട്രീസ് ട്രാവൽ ചെയ്യാം, അവിടെ പഠിക്കാം. ഓപ്പൺ വർക്ക് പെർമിറ്റ് ആണ്. എത്ര മണിക്കൂർ വേണമെങ്കിലും വർക്ക് ചെയ്യാം, എത്ര സാലറിയിൽ വർക്ക് ചെയ്യാം. മിനിമം $30 ആണ് കിട്ടുന്നത്. അപ്പൊ മിനിമം $30 into 8 hours എത്രയായി? $240 ആയില്ലേ? $30 into 8, $240 into 56 അല്ലേ ടുഡേസ് ഡോളർ വാല്യൂ? എത്രയായി? Yes. 240 Canadian. Australian dollar. We are talking about Australia, right? Yes. So let me calculate and tell you. $240 ആയില്ലേ? 56 ആണ് വരുന്നത് കറന്റ് റേറ്റ്. 56 into $240 എത്ര വരും? 18,440. Yes. 18K, right? ഒരു പെർ ഡേ താങ്കൾക്ക് 18K വരെ മൾട്ടിപ്പിൾ എൻട്രി വിസയിൽ അവിടെ നിന്നുകൊണ്ട് എടുക്കാം. പിന്നെ 18K into 25 days താങ്കൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു മിനിമം വേജസ് into 25 എടുത്തു. 18 into 25 എടുത്തേ, 18,000 into 25 days. സോ എത്രയാ വരുന്നത്? എത്ര ലക്ഷം വരുന്നുണ്ട്? 2.5 to 3.5 4,50,000. ഓക്കെ. അപ്പം താങ്കൾ 8 hours ഡെയിലി വർക്ക് ചെയ്യുകയാണെങ്കിൽ അത്രയും വരെ സാലറി താങ്കൾക്ക് ഈ ഒരു എക്സ്പീരിയൻസിൽ അവിടെ കിട്ടാം. വേണ്ട 4 lakhs വേണ്ട, 2.5 lakhs ടു അഗൈൻ ഞാൻ അതിൽ ഒരു ബേസിക് എടുക്കുകയാണ്. സോ 2.5 lakhs എബവ്. സോ സിംഗിൾ എൻട്രി വിസയ്ക്ക് വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ട കാര്യമില്ല. മൾട്ടിപ്പിൾ എൻട്രി വിസയ്ക്ക് വേണ്ടിയിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട്. എപ്പോഴും മൾട്ടിപ്പിൾ എൻട്രി ആണ് നമുക്ക് ബെനിഫിറ്റഡ്. അല്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യത്തിന് വന്നാൽ പിന്നെ single entry won't work out, right? So multiple, we are going to assist you for skilled migration multiple entry visa for 5 years. അതാണ് താങ്കൾക്കുള്ള സജഷൻ along with the job assistance. അടുത്ത വർഷത്തെ ഇൻവിറ്റേഷൻ റൗണ്ട് ക്രാക്ക് ചെയ്യുന്നു. ബിക്കോസ് അതിന് മാത്രം എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാരുടെ സ്കിൽ അസസ്മെന്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഈ വർഷം, റൈറ്റ്? അപ്പം 2025 തുടങ്ങി കഴിഞ്ഞിട്ടുള്ള സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെച്ചിരിക്കുന്ന വിസ ടാർഗറ്റിനെക്കാട്ടിലും ഇപ്പൊ മുകളിൽ കഴിഞ്ഞു. നമ്മുടെ ടാർഗറ്റ് നമ്മൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പക്ഷെ ഇപ്പോഴും നമ്മൾ വിസ സക്സസിൽ തന്നെ നിൽക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ അടുത്ത ഒരു ടാർഗറ്റ് വെച്ചാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഐ എം ടോക്കിംഗ് അബൌട്ട് സ്കിൽ അസസ്മെന്റ്, വിസ, അതർ വിസ സക്സസിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. Question Ajesh ആണ്. Hi madam, this is Ajesh from Calicut. We are looking for Australia for subclass 189. She done geotechnical engineering IIT, 9.5 CGPA. Also along with spouse, 1 year experience, and also we can along with our parents. 189 ആദ്യമായിട്ടൊരു കാര്യം പറയാം മിസ്റ്റർ രാജേഷ്. 189 കാറ്റഗറി എന്ന് പറയുന്ന ഒരു വിസയ്ക്കകത്ത് ഒതുങ്ങി നിൽക്കാൻ പാടില്ല. ദിസ് ഇസ് 2025. ഈ ഒരു സമയത്ത് നമ്മൾ 189 വിസ തന്നെ വേണം എന്ന് നമ്മളിത് 2012-ലോ 13-ലോ ഒക്കെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ ഓക്കെയാണ്. ആ സമയത്ത് 60 പോയിന്റിൽ എല്ലാവരുടെയും ആപ്ലിക്കേഷൻ പിക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ്. നിങ്ങൾ ഓപ്പൺ ആവുക. ഫസ്റ്റ് ഓഫ് ഓൾ 189, 190 or 491 3 കാറ്റഗറി വിസ ഉണ്ട്. 3 കാറ്റഗറിക്ക് നിങ്ങൾ മെന്റലി ഓപ്പൺ ആവുക. One is 189, 190 is a 5 years multiple entry visa, permanent residency ആണ്. ഡയറക്ട്ലി 5 പോയിന്റ് നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടും. നിങ്ങൾക്ക് പോയിന്റ്സ് കുറയാനുള്ള സാധ്യതയുണ്ട്. ബിക്കോസ് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് 491 വിസ ആയിരിക്കും ബെസ്റ്റ്. 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. 3.5 വർഷത്തിന് ശേഷം 5 വർഷത്തെ മൾട്ടിപ്പിൾ എൻട്രി വിസയാണ്. അവിടെ നമ്മൾ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ, അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പെർമനന്റ് റെസിഡൻസി വിസയിലോട്ട് അറ്റ് ദി ഏർലിയസ്റ്റ് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് പെർമനന്റ് റെസിഡൻസിയിൽ നിന്ന് നമുക്ക് സിറ്റിസൺഷിപ്പിലോട്ട് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിസ കാറ്റഗറിയാണ്. സോ 491 ആണ് ഞാൻ താങ്കൾക്ക് സജസ്റ്റ് ചെയ്യുന്നത്. 190 കിട്ടിയാലോ ഓക്കെ. 1 year എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കയറി പോകാൻ പറ്റുന്ന മാർഗമാണ് 491 വിസ. പാരന്റ്സിനെ നമുക്ക് കൊണ്ടുപോകാം, പക്ഷെ പെർമനന്റ് റെസിഡന്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. പെർമനന്റ് റെസിഡന്റ് എന്ന് പറയുമ്പോൾ യുവർ സ്പൗസ് ആൻഡ് യുവർ കിഡ്സ് ആണ് പെർമനന്റ് റെസിഡൻസിൽ എലിജിബിലിറ്റി ഉള്ളത്. നമുക്ക് പാരന്റ്സിനെ സബ് ക്ലാസ് 600 വിസ ഫയൽ ചെയ്തിട്ട് നമുക്ക് വിസിറ്റേഴ്സ് വിസയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവരെ അവിടെ നിർത്താം. അതിനുശേഷം നമുക്ക് വിസിറ്റേഴ്സ് വിസ റിന്യൂ ചെയ്തെടുക്കാം. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ പാരന്റൽ PR-ന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം. വൺസ് യു ഗെറ്റ് എൻ എലിജിബിലിറ്റി അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യാണ്. ജെയ്സ് ആണ്.
ജെയ്സ് ഖദീജയ്ക്ക് വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. 25 years ആണ് ഖദീജ. ഐ എം കറന്റ്ലി വർക്കിംഗ് ആസ് എൻ ഓഡിറ്റ് അസോസിയേറ്റ് ഇൻ വൺ ഓഫ് ദ ബിഗ് ഫോർ ആൻഡ് planning to migrate one of the big four and planning to migrate to Australia. So have 1 year of experience. I'm an ACCA affiliate with BCom. May I know my eligibility and the job opportunities for my field? ഓഡിറ്റ് അസോസിയേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 1 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഉള്ളത്. ബികോം അലോങ് വിത്ത് ACCA. ACCA, yeah. ACCAയുടെ സബ്ജക്ട്സും ബികോമിന്റെ സബ്ജക്ട്സും കൂടി വെച്ച് നോക്കിയിട്ട് ഓഡിറ്റ് അസിസ്റ്റന്റ് ആയിട്ട് എലിജിബിലിറ്റി മീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് 1 year എക്സ്പീരിയൻസ് റൈറ്റ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദർ ആർ ദ മെനി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഇന്റേണൽ ഓഡിറ്റർ, എക്സ്റ്റേണൽ ഓഡിറ്റർ, മാനേജ്മെന്റ് കൺസൾട്ടന്റ്, ടാക്സേഷൻ അക്കൗണ്ടന്റ്, അക്കൗണ്ടന്റ് ജേർണൽ, മെനി ജോബ് ഓപ്പർച്യൂണിറ്റീസ്. താങ്കൾക്ക് ഓസ്ട്രേലിയയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ് ടു ദ ഹൈ ലെവൽ നമുക്ക് $80 to $90, $100 വരെ എടുക്കുന്ന അക്കൗണ്ടൻസ് ഉണ്ട്. നമ്മുടെ മൈഗ്രേറ്റ് ചെയ്ത അക്കൗണ്ടൻസിന് കിട്ടുന്നുണ്ട്. സോ ജോബ് ഓപ്പർച്യൂണിറ്റീസിന്റെ കാര്യത്തിൽ വറി വേണ്ട. നമുക്കിനി വേണ്ടത് താങ്കളുടെ സബ്ജക്ട് റിക്വയർമെന്റ്, ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ CPAയുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള സബ്ജക്ട് താങ്കൾ മീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കണം. സോ കുഡ് യു പ്ലീസ് ഷെയർ യുവർ ACCA അഫിലിയേറ്റ് വിത്ത് BCom എന്നാണ് പറയുന്നത്. ഐ മീൻ ACCA അഫിലിയേറ്റ്. ഓക്കെ, ഫൈൻ. ഓക്കെ, അതിന്റെ സബ്ജക്ട് ലൈൻ നോക്കേണ്ടി വരും. ആൻസർ. സോ ഐ നീഡ് ദാറ്റ് ഡോക്സ്. Next question, Anu ആണ്. I'm Anu Johnson, biomedical engineer ആണ്, 8 years experience, same field ആണ്, looking for migration. Which country to choose? My husband job HSE officer and have 2 kids age 31. Very good. Biomedical engineer, highly eligible for Australian Very good field profile. migration with 8 years of experience and high job opportunities ആണ് ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സിനുള്ളത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ബയോമെഡിക്കൽ ഫീൽഡിൽ ഒരു റിസർച്ച് നടത്തിയപ്പോൾ there are many job opportunities. So the best country I would suggest Australia first, then I would suggest Canada. അതാണ് എക്സ്പേർട്ട് പറയുന്നത്. എക്സ്പേർട്ട് അഡ്വൈസ് അങ്ങനെയാണ്. ഓസ്ട്രേലിയ, then കാനഡ. കുട്ടികളെ കൊണ്ടുപോകാം. വൈ നോട്ട്? താങ്കളുടെ ഹസ്ബൻഡിനെയും അലോങ് വിത്ത് ദ കിഡ്സ് ആണ് മൈഗ്രേഷൻ. ഇറ്റ്സ് എൻ ഓപ്പൺ വർക്ക് പെർമിറ്റ് ഫോർ ബോത്ത് ഓഫ് യു. ആൻഡ് കുട്ടികൾക്ക് പെർമനന്റ് റെസിഡൻസിയും അതിനുശേഷം സിറ്റിസൺഷിപ്പും കിട്ടും. കുട്ടികളുടെ എഡ്യൂക്കേഷൻ 18 വയസ്സ് വരെ ഫ്രീ ആണ്. നോ നീഡ് ടു വറി അബൌട്ട് ദ എഡ്യൂക്കേഷൻ. ആൻഡ് സെയിം ടൈം നിങ്ങൾക്ക് എൻ്റയർ ഫാമിലിക്ക് മെഡിക്കൽസ് ഫ്രീ ആണ്. ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓസ്ട്രേലിയ ആസ് വെൽ as ന്യൂസിലൻഡ് ആൻഡ് 185 കൺട്രീസ് നിങ്ങൾക്ക് ഈ വിസ വെച്ച് ട്രാവൽ ചെയ്യാം. Next question, Jaymol ആണ്. Good evening. I'm Jaymol Babu. I have only 1 year experience as a civil engineer. I completed my bachelor degree in civil engineering. My age is 25. I don't have any English language test. Also, I would like to get maximum point in the PT exam. Can I do? I would like to migrate to Australia. Can I become a civil engineer in Australia? Why not? You can even try for a government job as a civil engineer. താങ്കൾക്ക് സിവിൽ എഞ്ചിനീയറിന്റെ സ്കിൽ അസസ്മെന്റ് ചെയ്തെടുത്ത് ലൈസൻസ് കിട്ടി ഓസ്ട്രേലിയ ചെന്നിട്ട് താങ്കൾക്ക് ഗവൺമെന്റ് ജോബിന് ട്രൈ ചെയ്യാം. ഡെഫിനറ്റ്ലി SPT നമുക്ക് മാക്സിമം എടുക്കണം. നമ്മുടെ പേർപ്പസ് തന്നെ എന്തിനാണ്? ഇപ്പം 79 എടുത്താൽ നമുക്ക് 20 പോയിന്റ്സ് കിട്ടും. കാര്യം ഓക്കെയാണ്. 90 out of 90 എടുക്കാമല്ലോ. നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്നത് ആ ഒരു പാറ്റേൺ ആണ്. ബിക്കോസ് എന്തിന്റെയും ബെസ്റ്റ് എടുക്കുക. എക്സ്പീരിയൻസ് ക്ലെയിം ചെയ്യണേ ബെസ്റ്റ് ക്ലെയിം ചെയ്യുക. ഒന്നും വിടരുത്. ലാംഗ്വേജ് ആണെങ്കിലും ബെസ്റ്റ് ലാംഗ്വേജ് എടുക്കുക. ഇതുകൊണ്ടൊക്കെ നല്ല ഗുണം ഉണ്ടാവും. താങ്കൾക്ക് ഓസ്ട്രേലിയയിൽ പോയിട്ട് ഗവൺമെന്റ് ജോബിന് വരെ ട്രൈ ചെയ്യാം. നല്ലപോലെ PT പ്രിപ്പയർ ചെയ്യാം. ഞങ്ങളുടെ ലാംഗ്വേജ് ടീം താങ്കൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നതാണ്. അതുകൂടാതെ ഞങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ അവൈലബിൾ ആണ്. അതൊരു PT സോഫ്റ്റ്വെയർ പോലെയുള്ള എക്സാമിന്റെ സോഫ്റ്റ്വെയർ ആണ്. അത് വെച്ചിട്ട് താങ്കൾക്ക് PT പഠിക്കാം. ഡെഫിനറ്റ്ലി എനിക്ക് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താങ്കൾക്ക് 90 out of 90 എടുത്തു തരാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഞങ്ങളുടെ ടീമിനുണ്ട്. അത്രയ്ക്കും എക്സ്പേർട്ട് ആണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. The next question, Vinu Devasi ആണ്. I have 12 years of experience in the banking sector and I'm currently working as a bank manager. However, I'm unable to obtain an experience certificate or reference letter at this time. How can I proceed with applying for Australian migration in this situation? യെസ്, റെഫറൻസ് ലെറ്റർ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് റെഫറൻസ് ലെറ്റർ കിട്ടില്ല, അപ്പൊ എന്താ ചെയ്യുക? തീർച്ചയായിട്ടും ഓൾട്ടർനേറ്റ് ഓപ്ഷൻ ഉണ്ട്. നമുക്ക് റെഫറൻസ് ലെറ്റർ തന്നെ മാൻഡേറ്ററി വേണമെന്ന് പറയുന്നില്ല. റെഫറൻസ് ലെറ്റർ ഇസ് ഗുഡ്. ബട്ട് റെഫറൻസ് ലെറ്റർ കിട്ടില്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. എസ്പെഷ്യലി ഈ പ്രൊഫൈൽസ് എന്ന് പറയുമ്പോൾ VETSന്റെ അണ്ടറിലാണ്. നമുക്ക് സെൽഫ് ഡിക്ലറേഷൻ വെക്കാവുന്ന പ്രൊഫൈൽസ് ആണ്. അപ്പൊ അതിനുള്ള എല്ലാ ഗൈഡൻസും ഗോഡ് സ്പീഡിൽ നമ്മൾ തരും. വൺസ് നമ്മുടെ ഡോക്യുമെന്റേഷൻ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇൻക്ലൂഡിംഗ് അതിന്റെ ഫോർമാറ്റ്സ് ഉൾപ്പെടെ നമ്മൾ ഷെയർ ചെയ്യും. അതിന്റെ വെരിഫിക്കേഷനും പ്രോസസ്സും എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ മുമ്പോട്ടേക്ക് ഫയൽ ചെയ്യുക. സോ ഡോണ്ട് വറി അബൌട്ട് ദ റെഫറൻസ് ലെറ്റേഴ്സ്. എലിജിബിലിറ്റി നോക്കുക. എലിജിബിൾ ആണെങ്കിൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷമുള്ള ഇപ്പോൾ ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണോ ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഓൾട്ടർനേറ്റ് ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് പോസിബിൾ ആണ്. മോസ്റ്റ് പ്രോബബിളി മിക്കവാറും എല്ലാ കാര്യങ്ങൾക്കും ഓൾട്ടർനേറ്റ്സ് ഉണ്ട്.
നമുക്ക് ആ ഒരു പർട്ടിക്കുലർ കാര്യങ്ങൾ മാത്രമായില്ല, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് ഇനഫ് പോസിറ്റീവ് ഔട്ട്കംസ് ഉണ്ട്. ആ പോസിറ്റീവ് ഔട്ട്കംസ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കേസിനും ഡിഫറെന്റ് ആയിട്ടാണ് നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഇപ്പോ ഒരു പർട്ടിക്കുലർ ഓക്യുപ്പേഷൻ ഡിഫറെന്റ് പ്രൊഫൈൽസിൽ വരുമ്പോൾ സെയിം ഓക്യുപ്പേഷൻസ് തന്നെ ആണെങ്കിൽ പോലും രണ്ട് പ്രൊഫൈലും രണ്ട് രീതിയിലുള്ള ഡോക്യുമെന്റ്സ് ആയിരിക്കാം ഫയൽ ചെയ്യുക. സോ അത് നമ്മളുടെ എക്സ്പെർട്ടൈസിൽ നിന്നാണ് നമ്മളത് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഓൾട്ടർനേറ്റീവ് ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അതർ ഓൾട്ടർനേറ്റീവ്സ് എന്നുള്ളത് നമ്മുടെ ടീം തീർച്ചയായിട്ടും നിങ്ങളോട് താങ്ക് യു സോ സജസ്റ്റ് മച്ച് ചെയ്യുന്നതായിരിക്കും. ആൻഡ് റെഫറൻസ് ആയിട്ടുള്ള കേസ് ഇതാണ്. നമുക്ക് തീർച്ചയായിട്ടും സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ അവൈലബിൾ ആണ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. Alright. ഇത് ആക്ച്വലി കുറെ ആളുകളുടെ ഒരു കൺസേൺ, എനിക്ക് ഈ ഡോക്യുമെന്റ് കിട്ടില്ലല്ലോ, ഇത് എങ്ങനെ ചോദിക്കുന്നല്ലോ. സോ alternate ഓപ്ഷൻസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ഡോണ്ട് വെറി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അർജുൻ ആണ്. Hi, I'm working as a data engineer with 5.75 years of experience in IT. I have did Bachelor of Computer Application and graduated during 2019. Planning to move to Australia with PR. Which pathway is best for my profile? Data engineer, 5.7 of years of ഡേറ്റ experience in IT. എഞ്ചിനീയർ IT എക്സ്പീരിയൻസ് ആണ്. സോ ബാച്ചുലർ Major ഓഫ് IT കമ്പ്യൂട്ടർ ആണ്. ആപ്ലിക്കേഷൻ, Computer application. മേജർ IT ആണ്. സോ ഡോണ്ട് വറി, ACS വഴി നമുക്ക് ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യാം. ആൻഡ് ഓഫ് കോഴ്സ് IT പ്രൊഫൈൽ ആയതുകൊണ്ട് തന്നെ 3 ഓക്യുപ്പേഷൻസ് വരെ നമുക്ക് പോസിറ്റീവ് കിട്ടാവുന്നതാണ്. ആൻഡ് ആ 3 ഓക്യുപ്പേഷൻസ് പോസിറ്റീവ് കിട്ടിക്കഴിഞ്ഞാൽ ഡിഫറെന്റ് EOIs 3 ഓക്യുപ്പേഷൻ വെച്ചിട്ട് ഡിഫറെന്റ് EOIs ഫയൽ ചെയ്തിട്ട് ചാൻസസ് മാക്സിമം ഇംപ്രൂവ് ചെയ്യാം. പാത്വേ എന്ന് പറയുമ്പോൾ 189, 190, 491 എലിജിബിലിറ്റി അനുസരിച്ച് നമുക്ക് ഏതൊക്കെ സ്റ്റേറ്റുകളിൽ ഫയൽ ചെയ്യാമോ എല്ലാ സ്റ്റേറ്റിലും ഫയൽ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഈ പറഞ്ഞ 3 ഓക്യുപ്പേഷൻ പോസിറ്റീവ് ആയിട്ട് കിട്ടിയാൽ 3 ഓക്യുപ്പേഷനും ഡിഫറെന്റ് ആയിട്ടും ഫയൽ ചെയ്യാൻ പറ്റും. സോ ഐ ക്യാൻ സ്റ്റാർട്ട് ദ പ്രോസസ് ഇമ്മീഡിയറ്റ്ലി. ദാറ്റ്സ് ഇറ്റ്. എലിജിബിലിറ്റി ചെക്ക് ചെയ്യുക, പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക. The next Steffi ആണ്. Currently, I am working as a DevOps engineer. I spoke with a consultant and based on our discussion, I found that my points are approximately 65 for Australia. I have seen that recent intake for this job profile seem to require 85 points to more. So, will be there a chance for me as well, or do I need to wait until the required scores comes down? ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, ഒരിക്കലും സ്കോർസ് കം ഡൗൺ ആയിട്ട് വെയിറ്റ് ചെയ്യാന്നുള്ളതല്ല വൈസ് ഡിസിഷൻ. നമ്മൾ പ്രോസസ്സിന് എലിജിബിൾ ആണെങ്കിൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് EOI ഫുൾ എൻ്റർ ആവുക എന്നുള്ളതാണ്. ഇൻവിറ്റേഷൻ എപ്പോഴാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് സ്കോറിലാണ് വിളിക്കുന്നത് അത് ഓസ്ട്രേലിയക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ഇപ്പൊ വിളിക്കുന്നത് ചിലപ്പോൾ 85-ലായിരിക്കാം, ബട്ട് നെക്സ്റ്റ് ഡ്രോ ചിലപ്പോൾ 65-ലായിരിക്കാം വിളിക്കുക, അല്ലെങ്കിൽ ഈവൻ 65 ഇൻക്ലൂഡിങ് സ്റ്റേറ്റോ റീജിയന്റെ പോയിന്റ്സോടെ ആയിരിക്കും വിളിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യമാണത്. ഇപ്പൊ പുതിയ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്യുപ്പേഷൻ ലിസ്റ്റുകൾ റിവൈസ്ഡ് ആവും. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമ്മൾ പ്രോസസ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് EOI പൂളിൽ എൻ്റർ ആവുക. നമ്മൾ ഒരിക്കലും സ്കോർ ഡൗൺ ആവുക, സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല, അത് നമ്മളുടെ കയ്യിലുള്ള കാര്യമല്ല. ബട്ട് നമ്മളുടെ കയ്യിലുള്ള കാര്യം എത്രയും പെട്ടെന്ന് ഡോക്യുമെന്റ്സ് കളക്ട് ചെയ്ത് എലിജിബിൾ ആണെങ്കിൽ പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് സ്കിൽ അസസ്മെന്റ് പോസിറ്റീവ് എടുത്ത് ലാംഗ്വേജ് റിസൾട്ട് എടുത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് EOI പൂളിൽ എൻ്റർ ആവുക. One more important കാര്യം, current situation they are getting 3 outcomes. She is a development engineer. In that scenario, she has 3 chances. So ഏതെങ്കിലും ഒരു ഓക്യുപ്പേഷന് 65-ലോ 50 പോയിന്റ്സിലോ 50 പോയിന്റ് പിക്ക് ചെയ്താൽ പോലും 15 പോയിന്റ് റീജിയനിൽ നിന്ന് എടുത്തിട്ടാണെങ്കിലും 65 പോയിന്റിലും പിക്കിംഗ് നടക്കാം. ആലോചിച്ചുകൊണ്ട് പുറത്തിരുന്ന് കഴിഞ്ഞാൽ നത്തിങ് ഹാപ്പൻസ്. മൈഗ്രേഷൻ എന്ന് പറയുന്നത് പൂളിൽ എൻ്റർ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതാണ്. 2 വർഷമാണ് നമുക്ക് പൂളിന്റെ വാല്യൂ കിട്ടുന്നത്, വാലിഡിറ്റി ഉണ്ടാകുക. ഗവൺമെന്റ് എപ്പോഴും പറയുന്നത് പൂളിൽ എൻ്റർ ആകുക 2 വർഷത്തിനകം ഇൻവിറ്റേഷൻ എടുക്കുക എന്നുള്ളതാണ്. 6 മാസത്തിൽ കിട്ടുന്നവരുണ്ട്, 2 മാസത്തിൽ, 1 മാസത്തിൽ കിട്ടിയവരുണ്ട്, ഇന്ന് ഫയൽ ചെയ്ത് നാളെ കിട്ടിയവരുണ്ട്, 1 മാസത്തിൽ കിട്ടിയവരുണ്ട്, 6 മാസത്തിൽ കിട്ടിയവരുണ്ട്, 12 മാസത്തിൽ കിട്ടിയവരുണ്ട്, 44 വയസ്സുള്ള ആൾക്ക് 2 വർഷത്തിൽ വരെ കിട്ടിയവരുണ്ട്. ബട്ട് ഏത് സിനാരിയോ ആണെങ്കിലും പൂളിൽ എൻ്റർ ആവാണ്ട് പുറത്തിരുന്ന് നമ്മൾ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്നേഹ ആണ്. ഹൈ ടീം, 32 ഇയേഴ്സ് ആണ്, 7 years of experience in IT, സിംഗിൾ ആണ്, ഓപ്പർച്യൂണിറ്റി കാർഡാണ് ചോദിക്കുന്നത്. Can I know if you provide പോസ്റ്റ് ലാൻഡിംഗ് assistance for job and reference? Germany opportunity card or Australia visa is good option for this profile. 32 age, 7 years experience IT. 32 age, 7 years experience. Actually have some network issues over here. Yes. I'll take care. What is the question? Whether 32 years, 7 years. Okay, 32 years. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈലാണ്. ബിക്കോസ്
ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് എസ് ആൻജു ഹാസ് സം പ്രോബ്ലം. എസ് ജർമ്മനി ഓപ്പർച്യൂണിറ്റി കാർഡ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓക്യുപ്പേഷൻ തന്നെയാണ് താങ്കളുടെ പ്രൊഫൈല്. ഞാൻ പറഞ്ഞല്ലോ 4 ലക്ഷം ആപ്ലിക്കൻസിനെയാണ് അവർക്ക് വേണ്ടത്. സ്കിൽ ഷോർട്ടേജ് ആണ് പ്രസന്റ് സിറ്റുവേഷനിൽ. താങ്കൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണിത്. ബിക്കോസ് ഒരു IT പ്രൊഫഷണൽ ആണെങ്കിൽ താങ്കൾക്ക് അവിടെ ചെന്ന ഒരു ബ്ലൂ കാർഡിൽ ഒരു വർക്ക് പെർമിറ്റ് കയറി ഒരു ബ്ലൂ കാർഡ് കൺവേർട്ട് ചെയ്തെടുക്കാനും ഒരു PR എത്താനും ചാൻസ് ഉള്ള ഒരു ഓക്യുപ്പേഷൻ ആണ്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം ഉള്ള ഒരു സമയമാണ്. എന്റെ തന്നെ ഒരു ക്ലയന്റ് ലൈക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, അമിത് എന്നാണ് പേര്, ബാംഗ്ലൂരിയൻ ആണ്. അദ്ദേഹം IT ആയിരുന്നു. അദ്ദേഹം ജർമ്മനി പോയി സെറ്റിലായി. സോ IT പ്രൊഫഷണൽസിന് ജർമ്മനി സെറ്റിൽമെന്റ് ഈസാണ്. യെസ്, ജർമ്മനി, താങ്ക് യു. അയർലൻഡ്, ജർമ്മനി ഒക്കെ നല്ലതാണ്. പക്ഷെ അയർലൻഡ് ഇപ്പം സ്റ്റോപ്പ് ചെയ്തു IT പ്രൊഫഷണൽസിന്. അപ്പോൾ ജർമ്മനി നമുക്ക് എടുക്കാം. Next question, Karishmayana. I'm applying for PR in Australia. Would like to know, once visa is granted, we have to enter within 12 months. I just visited the country to activate my PR. How many days should I stay at the country till I get a PR card? Also, after the entry, can I come back to India and work for an year before moving to Australia? യെസ്, യു ക്യാൻ ഡു ദാറ്റ്. താങ്കൾക്ക് അവിടെ ചെല്ലാം. താങ്കൾക്ക് PR കാർഡിന് അപ്ലൈ ചെയ്ത ശേഷം യു ക്യാൻ ബാക്ക് ടു ഇന്ത്യ. ബട്ട് വൺസ് യു ലാൻഡ് താങ്കൾ അവിടെ ഒരു അഡ്രസ് ഉണ്ടാവുക. ദാറ്റ് ഈസ് ബെറ്റർ. ബാങ്ക് അക്കൗണ്ട് എടുക്കണം. അതിനുള്ള എല്ലാ അസിസ്റ്റൻസും ഗോഡ് സ്പീഡ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പോസ്റ്റ് ലാൻഡിങ്ങിനകത്ത് നമുക്കൊരു സിം കാർഡ് വേണം ഓസ്ട്രേലിയയുടെ. അത് കണക്ട് ചെയ്തിട്ട് വേണം നമുക്ക് അവിടുത്തെ ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പല കാര്യങ്ങളും ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അവിടെ ലാൻഡ് ചെയ്ത ശേഷം താങ്കൾക്ക് ഒരു അഡ്രസ്സ് കൊടുക്കാം. അഡ്രസ്സ് കൊടുത്തിട്ട് PR കാർഡ് താങ്കൾക്ക് അതിലോട്ട് റിസീവ് ചെയ്യാം. എന്നിട്ട് താങ്കൾക്ക് മൂവ് ബാക്ക് ചെയ്യാവുന്നതാണ്. ഒരു 1 വീക്ക് സ്റ്റേ ചെയ്തിട്ട് കം ബാക്ക് ചെയ്താലും ഓക്കെയാണ്. Yes. ഒരു ക്ലയന്റ് ഒരു ദിവസം കൊണ്ട് പോന്നു. ഞാൻ പറഞ്ഞു ഒരു ദിവസം കൊണ്ട് പോരരുത്. 3 to 4 days നിന്ന് കാര്യങ്ങളെല്ലാം സെറ്റിൽ ആക്കി. ഡിപ്പെൻസ് അപ്പോൺ ദ വിസ കാറ്റഗറിയും കൂടിയാണ്. 189 ആണെങ്കിൽ ഡിഫറൻറ്റ് സിനാരിയോ, 190 ആണ് ഡിഫറൻറ്റ് സിനാരിയോ, 491 ആണ് ഡിഫറൻറ്റ് സിനാരിയോ ആണ്. അപ്പോൾ അത് ഏത് കാറ്റഗറി വിസയാണോ വരുന്നത് അതനുസരിച്ച് താങ്കളുടെ പോസ്റ്റ് ലാൻഡിങ് ഞങ്ങൾ ഗൈഡ് ചെയ്യുന്നത്. Next question, Srilekha. Hi ma'am, I'm Srilekha, age 26, qualification MSc Microbiology, 3.10 years on experience, country Australia, marital status single. I would like to know the job possibility in my field, microbiologist. Australia. മൈക്രോബയോളജിസ്റ്റിന് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കൺട്രിയാണ് ഓസ്ട്രേലിയ. ബട്ട് ഹിയർ ഓൺലി വൺ പ്രോബ്ലം ഈസ് ദാറ്റ് താങ്കൾ MSc മൈക്രോബയോളജിയാണ്. ദെൻ ഇറ്റ്സ് ഫൈൻ. നമുക്ക് മൈക്രോബയോളജിസ്റ്റ് ആയിട്ട് ഫയൽ ചെയ്യുമ്പോൾ ഞങ്ങൾ റിസർച്ച് മാൻഡേറ്റ് ആണ് ഓസ്ട്രേലിയക്ക്. ഓസ്ട്രേലിയ റിജക്ട് ചെയ്യാനുള്ള കാരണവും എപ്പോഴും താങ്കളുടെ 3 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് റിസർച്ച് ഓറിയന്റഡ് എക്സ്പീരിയൻസ് ആണെങ്കിൽ നമുക്ക് ഔട്ട്കം പോസിറ്റീവ് ആയിട്ട് കിട്ടും ആസ് എൻ മൈക്രോബയോളജിസ്റ്റ്. ജോബിനെ പറ്റിയുള്ള വറിയുടെ ആവശ്യം ഇല്ല. നമുക്ക് നമ്മളുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഇമ്പോർട്ടന്റ്. ലൈസൻസ് കിട്ടുക എന്നുള്ളതാണ് താങ്കൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ആ സ്റ്റേജ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നോ വറീസ് ഫോർ ഓസ്ട്രേലിയ. സോ ജോബിന്റെ വറി വേണ്ട. നമ്മളുടെ തന്നെ ക്ലയന്റ് ഓർമ്മയില്ലേ, മഞ്ജു, മൈക്രോബയോളജിസ്റ്റ് ലാൻഡ് ചെയ്ത് ഷീ സെറ്റിൽഡ് ആൻഡ് ഗോട്ട് എൻ ബെറ്റർ ജോബ് ആൻഡ് ഷീസ് ഇൻ സതേൺ ഓസ്ട്രേലിയ നൗ. സെയിം പ്രൊഫൈൽ മൈക്രോബയോളജി. Yeah, right. സോറി, ഒരു ജോബും കൂടി. Alright. ജോബ് ചാൻസസ് എന്താണ്? ഓക്കെ, താങ്കൾക്ക് വൺസ് പെർമനന്റ് റെസിഡൻസിയുടെ ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ജോബ് സെർച്ച് സ്റ്റാർട്ട് ചെയ്യാം. ലിങ്ക്ഡിൻ പ്രൊഫൈൽ പ്രിപ്പയർ ചെയ്തുകൊണ്ട് ആക്റ്റീവ് ആക്കിക്കൊണ്ട് കനഡിയൻ റെസ്യൂമെ ഫോർമാറ്റിലോട്ട് താങ്കളുടെ റെസ്യൂമെ മാറ്റിയിട്ട് താങ്കൾക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ജോബിന് ട്രൈ ചെയ്യാം. ഇവിടെ ഇരുന്നുകൊണ്ട് 100% ജോബ് കിട്ടണം എന്നൊന്നുമില്ല. ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് വെക്കാം. പക്ഷെ എപ്പോഴും നല്ലത് ലാൻഡ് ചെയ്തിട്ട് ജോബ് എടുക്കുന്നതാണ്. അവിടെയാണ് നെഗോസിയേഷൻ വർക്ക് ചെയ്യുക. ഇവിടെ ഇരുന്നുകൊണ്ട് ജോബ് എടുക്കുമ്പോൾ നമുക്ക് നെഗോസിയേഷൻ ഒന്നും വർക്ക്ഔട്ട് ആവില്ല. അവർ തരുന്ന സാലറിയിൽ പോകേണ്ടി വരും. അവിടെ ചെന്നിട്ടാണെങ്കിൽ PR കാർഡ് കിട്ടി നമുക്ക് അവിടെ ഒരു അഡ്രസ്സും കൂടെ ആയി കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസും കൂടെ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ലൈക്ക് ഒരു കനഡിയൻ റെഫറൻസും കൂടി. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ എപ്പോഴും ക്ലയൻസിനെ സജസ്റ്റ് ചെയ്യുന്നത് ഒരു പാർട്ട് ടൈം ജോബ് ചെയ്ത് ഒരു റെഫറൻസ് കളക്ട് ചെയ്യാൻ പറയും. ആ റെഫറൻസ് റെസ്യൂമെ കൊടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ജോബിലോട്ട് എത്താൻ ഈസി ആവും. പിന്നെ പാർട്ട് ടൈം ജോബ് ചെയ്ത് നമുക്ക് അത്യാവശ്യം പൈസയും എടുക്കാം. സോ അതുകൊണ്ട് ജോബിന്റെ കാര്യത്തിൽ ഒരു വറി വേണ്ട. നമുക്ക് PR കിട്ടിയാൽ മതി. താങ്കളുടെ ഇവിടുത്തെ ഡോക്യുമെന്റ്സിന്റെ കാര്യത്തിൽ മാത്രമുള്ള വറി എടുത്താൽ മതി. അതെങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ബാക്കി താങ്കൾ പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, റിക്വയർഡ് പോയിന്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ PR കിട്ടിക്കഴിഞ്ഞാൽ താങ്കൾക്ക് ഒരു സ്ട്രഗിൾ ഉണ്ടാവില്ല. ദാറ്റ്സ് ഫോർ ഷുവർ ആണ്. സ്റ്റഡി വിസ പോലെ അല്ലല്ലോ, പെർമനന്റ് റെസിഡൻസി അല്ലേ. And Vijitayana next. Are Indian teachers who don't have Canadian experience paid less there? I have BEd in physical science and BSc in chemistry. വിജിത മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ? കാരണം ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണല്ലോ. കുഴപ്പമില്ല, ഞാൻ ആൻസർ കൊടുക്കാം. എനിക്ക് മനസ്സിലായത് വിജിത, ഫസ്റ്റ് ഓഫ് ഓൾ കാനഡ എന്ന് പറയുന്ന കൺട്രിക്ക് പെർമനന്റ് റെസിഡൻസി ഹോൾഡേഴ്സിന് റൂൾ ഉണ്ട്, റൈറ്റ്? ദാറ്റ് ഈസ് ദാറ്റ് $25 ഫോർ ഫീമെയിൽ ആൻഡ് $30 കനഡിയൻ ഡോളേഴ്സ് ആണ് മെയിൽസിന്റെ ആവറേജ് സാലറി എന്ന് പറയുന്നത്. അപ്പോൾ താങ്കൾക്ക് BEd ഫിസിക്കൽ സയൻസ് എന്ന് വെച്ചാൽ കനഡിയൻ എക്സ്പീരിയൻസ് ഉള്ള ആളുടെ സാലറിയിലോട്ട് താങ്കൾക്ക് എത്താൻ പറ്റില്ല. താങ്കൾക്ക് ഇവിടെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ മിഡ് ലെവൽ എംപ്ലോയി ആയിട്ട് മാറും. അവിടുത്തെ സീനിയർ എംപ്ലോയി ചിലപ്പോൾ അവിടുത്തെ സീനിയർ എംപ്ലോയി ചിലപ്പോൾ ആ ലെവലിൽ ഏൺ ചെയ്യുന്നുണ്ടാവും. എപ്പോഴും ചിലപ്പോൾ ഒരു സ്റ്റെപ്പ് താഴെയായിരിക്കും.
പക്ഷെ നമ്മൾ കനഡിയൻ എക്സ്പീരിയൻസ് ഏൺ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ സാലറിയിൽ എത്തും. താങ്കൾക്ക് ബേസ് പേ അവിടെ കിട്ടും. ഒരു PR ഹോൾഡറിന് $25 കിട്ടും. അത് താങ്കൾക്ക് ഉറപ്പാണ്. അതാണ് അവിടുത്തെ ലേബർ ലോ പറയുന്നത്. അതിന്റെ എബോ കിട്ടുക എന്ന് പറയുന്നത് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദാറ്റ് ഓർഗനൈസേഷൻ ആണ്. ആ ഓർഗനൈസേഷന് താങ്കളെ വേണോ വേണ്ടയോ, താങ്കളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, താങ്കളുടെ പ്രൊഡക്റ്റ് നോളജ്, താങ്കളൊരു ടീച്ചർ ആയിട്ടുള്ള താങ്കളുടെ പ്രൊഡക്റ്റ് നോളജ്, ഹൗ യു ആർ, ഹൗ യു ഡെലിവർ യുവർ സെൽഫ്, ഹൗ യു ആർ ഗുഡ് ഇൻ ലാംഗ്വേജ്, റൈറ്റ്, ഇതെല്ലാം കൂടി കൺസിഡർ ചെയ്തുകൊണ്ടായിരിക്കും താങ്കളുടെ സാലറി പാക്കേജ് കൺസിഡർ ചെയ്യുന്നത്. സോ ബേസ് പേ ഡെഫിനറ്റ്ലി യെസ്, ഇതാണ് $25 and $30 Canadian dollar. Yes, definitely. Thank you, ma'am. Next question, Sadiana. Also, which country is most suited for my career in the teaching field? Teaching field in ഏത് country ആണ് കൂടുതലും മാച്ച് ചെയ്യുന്നതെന്നാണ് ആള് ചോദിക്കുന്നത്. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ ട്രെയിനിങ് ആണ്. താങ്കൾ B.Ed ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ട്രെയിനിങ് എടുത്തിട്ട് നമുക്ക് നോക്കാൻ പറ്റും. ട്രെയിനിങ് താങ്കൾ ഓസ്ട്രേലിയക്ക് എലിജിബിൾ ആണെങ്കിൽ ഓസ്ട്രേലിയ ഇസ് ഗുഡ് കൺട്രി. അല്ല കാനഡ ആണെങ്കിൽ താങ്കളുടെ ഏജ്, താങ്കൾക്ക് മാസ്റ്റേഴ്സ് ഉണ്ട്, ഏജ് കുറവാണെങ്കിൽ കാനഡ ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ഫോർ യു. ബോത്ത് കൺട്രീസ് നല്ലതാണ്. ഓസ്ട്രേലിയ ആണെങ്കിൽ നമ്മൾ ലൈസൻസിങ് പ്രോസസ്സ് ചെയ്തിട്ടാണ് പോകുന്നത്. കാനഡ ആണെങ്കിൽ അവിടെ ലാൻഡ് ചെയ്ത ശേഷം പാർട്ട് ടൈം ജോബുകളോ ഫുൾ ടൈം ജോബുകളോ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ലൈസൻസിങ് കംപ്ലീറ്റ് ചെയ്താൽ താങ്കൾക്ക് ഒരു ടീച്ചിങ് പ്രൊഫഷനിലോട്ട് കടക്കാൻ പറ്റും. രണ്ട് കൺട്രിയും ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സിന് നല്ല കൺട്രിയാണ്. ബട്ട് definitely both the country have a different scenario. അത് നമ്മളൊന്ന് ചെക്ക് ചെയ്യണം. Next question, Sharon ആണ്. Age 27, BTech in Petroleum Engineering, currently working in Oman. Planning to migrate to Australia. Give a brief details about migration and job opportunities. അഞ്ചു, ഈ ഓസ്ട്രേലിയയുടെ മൈഗ്രേഷനെയും ജോബ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ച് ആള് ചോദിക്കുന്നത്. ആള് പെട്രോളിയം എഞ്ചിനീയർ ആണ്, ഏജും 27 ഉള്ളൂ. Definitely. Yes, ma'am. You want me to answer? Petroleum engineers are currently working in Oman. Very good profile ആണ്, നല്ല job opportunities ഉണ്ട്. You want me to check the job opportunities, Raini? Yes, ma'am. Actually, ആളുടെ ക്വസ്റ്റ്യൻ അവിടുത്തെ ഓപ്പർച്യൂണിറ്റീസിനെയും അതുപോലെ തന്നെ മൈഗ്രേഷനെ കുറിച്ച് ഒന്ന് ബ്രീഫ് ചെയ്യാനാണ് ആള് ചോദിച്ചിരിക്കുന്നത്. മൈഗ്രേഷൻ ഒന്ന് ബ്രീഫ് ചെയ്തോളൂ, ഞാൻ ജോബ് ഓപ്പർച്യൂണിറ്റി. ഡെഫിനറ്റ്ലി പെട്രോളിയം എഞ്ചിനീയറിംഗ് പ്രൊഫൈൽസ് അത് ഏത് ഫീൽഡ് ആയാലും ഓസ്ട്രേലിയയിലെ ഇൻ ഹൈ ഡിമാൻഡ് എല്ലാ സമയത്തും. നാം നേരത്തെ പറഞ്ഞു 189 ഇൻവിറ്റേഷൻ ആണ് ഫ്രഷ് എഞ്ചിനീയേഴ്സിന് ഒരു 1 ഫൈൻ മോർണിംഗ് നമുക്ക് 30+ കിട്ടിയത്. അതേപോലെ എല്ലാ ഇൻവിറ്റേഷൻ റൗണ്ടുകളിലും എഞ്ചിനീയേഴ്സ് അത് എപ്പോഴും ഡിമാൻഡ് ലിസ്റ്റിൽ തന്നെയുള്ള ഓക്യുപ്പേഷൻ ആണ്, ഡെഫിനറ്റ്ലി പെട്രോളിയം എഞ്ചിനീയേഴ്സ് ആസ് വെൽ. അപ്പോ അതുകൊണ്ട് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് ഓർത്ത് വറി ചെയ്യേണ്ട. ആൻഡ് നമ്മളുടെ പോയിന്റ്സ് അനുസരിച്ചിട്ട് നമുക്ക് 189, 190 and 491 എല്ലാ കാറ്റഗറീസും ഫയൽ ചെയ്യാൻ പറ്റും. ഏജും എല്ലാം നമുക്കിപ്പോ ഈ പറഞ്ഞിരിക്കുന്ന പ്രൊഫൈൽ പ്രകാരം നമുക്ക് വളരെ ഈസിലി അല്ലെങ്കിൽ ഏറ്റവും എലിജിബിൾ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഏജും കാര്യങ്ങളുമാണ്. സോ ഡെഫിനറ്റ്ലി അസസ്മെന്റ് ചെയ്യുക. എലിജിബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രോസസ് ഇമീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ആസ് ഏർലി ആസ് പോസിബിൾ നമുക്ക് EOE പൂളിൽ എൻ്റർ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. വൺസ് ഇൻവിറ്റേഷൻ റൗണ്ട് ഓസ്ട്രേലിയ കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മൾ EOE പൂളിൽ ഉണ്ടാവണം. അതാണ് നമ്മൾ മേക്ക് ഷുവർ ചെയ്യേണ്ട കാര്യം. സോ അസസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക, എത്രയും പെട്ടെന്ന് EOE പൂളിലേക്ക് എൻ്റർ ആവാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും എഞ്ചിനീയേഴ്സ് പ്രൊഫൈൽസ് ഈസ് ഇൻ ഹൈ ഡിമാൻഡ് എല്ലാ സമയത്തും ഓസ്ട്രേലിയയിൽ. നെക്സ്റ്റ് അഖിൽ ആണ്. I'm Akhil, 26 years, graduated anesthesia technology I'm working as an anesthesia technologist, 3-year plus experience. Could you tell me the good pathway for Australia and which registration is needed? Anesthesia technician ഷെർലി നമുക്ക് ഓസ്ട്രേലിയ പ്രൊഫൈൽസ് ഉണ്ട്. നമ്മൾ റീസെന്റ്ലിയും പോസിറ്റീവ് ഔട്ട്കംസ് കിട്ടിയിട്ടുള്ള പ്രൊഫൈൽസ് ആണ് അനസ്തേഷ്യ ടെക്നീഷ്യൻ. സോ നോ വറീസ് അബൌട്ട് ഇറ്റ്. ആൻഡ് രജിസ്ട്രേഷൻ റിക്വയർമെന്റ് ഐ തിങ്ക് ആഫ്ര വഴി തന്നെയാണ് രജിസ്ട്രേഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം. ഓക്കെ, ഫോർമലി അനസ്തേഷ്യ ടെക്നീഷ്യന് സ്പെസിഫിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ റിക്വയർമെന്റ്സ് പറയുന്നില്ല. അനസ്തേഷ്യ ടെക്നീഷ്യൻ ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഓക്യുപ്പേഷൻ ഒന്ന് എടുക്കാം. ഓക്യുപ്പേഷൻ എടുത്തിട്ട് നമുക്കത് ഏത് വഴി ചെയ്യാൻ പറ്റും, വെറ്റസസ് വഴി ഏതെങ്കിലും ഓക്യുപ്പേഷൻ മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം. നമുക്ക് പ്രൊഫൈൽസ് ഉണ്ട് മാം. അനസ്തേഷ്യ നമ്മൾ പോസിറ്റീവ് ചെയ്തിട്ടുള്ള പ്രൊഫൈൽസ് ആണ്. അതെ ചെയ്തിട്ടുള്ളതാണ്. അത് മാത്രമല്ല ഔട്ട്കമും പോസിറ്റീവ് വന്നിട്ടുണ്ട്. സോ അനസ്തേഷ്യ ടെക്നീഷ്യനായിട്ട് നമുക്ക് വെറ്റസസ് വഴി ട്രൈ ചെയ്ത് നോക്കാം. എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നാ പറഞ്ഞേ? 3+ years of experience ഉണ്ട്. ഡോക്യുമെന്റ്സ് എല്ലാം ഉണ്ടോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്യുപ്പേഷൻ മാത്രം ഒന്ന് നോക്കാം. നമുക്ക് ഏത് താങ്കൾ ചെയ്യുന്ന ഡ്യൂട്ടീസ് ആൻഡ് അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഘടകം. താങ്കൾ ചെയ്യുന്ന റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് നമ്മൾ പറയുന്ന റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വെറ്റസസ് വഴി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ദാറ്റ് ഈസ് മോർ ദൻ ഇനഫ് ആണ്. വെറ്റസസ് വഴി വി ക്യാൻ ടേക്ക് സ്കിൽ അസസ്മെന്റ് ലൈസൻസ് ഫ്രം ഓസ്ട്രേലിയ. ദെൻ വി വിൽ ഡു ദ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് 189, 190, 491. അതുവഴി താങ്കൾക്ക് പോകാം. 3 വർഷത്തെ റിച്ച് എക്സ്പീരിയൻസ് ആണെങ്കിൽ ഡു നോട്ട് വറി, മോർ ദൻ ഈസി for us to guide you regarding the same. So please connect to Raini and share the resume. ഞങ്ങൾ അത് ചെയ്തു തരാം. I think we
ഹാൻഡിൽ മോർ ദാൻ 200 സംതിങ് ക്വസ്റ്റ്യൻസ് മിനിമം നമ്മൾ ഹാൻഡിൽ ചെയ്തു. അറ്റ് സെയിം ടൈം ബാക്ക് എൻഡിൽ ജോസഫ് നമ്മളുടെ എക്സ്പേർട്ട് ഇരുന്ന് ആൻസർ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ മേ ബി 11:30 ആകുമ്പോൾ നമുക്ക് ക്ലിയർ ചെയ്യായിരുന്നു. എനിഹൗ താങ്ക് യു സോ മച്ച് എവറി വൺ ജോയിൻ ചെയ്തതിന്. സെയിം ടൈം നിങ്ങളുടെ ക്വയറീസ് എല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. ചില ആപ്ലിക്കേഷനിൽ നമ്മൾ ഡീറ്റെയിൽ പ്രൊഫൈൽ ചോദിച്ചിട്ടുണ്ട്. എന്റെ കോൺടാക്ട് നമ്പർ വാട്സ്ആപ്പ് നമ്പർ ആണ് ഷെയർ ചെയ്തേക്കുന്നത്. എന്നെ ഡയറക്ട്ലി കണക്ട് ചെയ്തോളൂ. എന്ത് ക്വയറി ആയിക്കോട്ടെ, മീൻസ് ഡയറക്ട്ലി സ്പോട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം കേട്ടോ. സോ വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് മാം. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരെ റിസർച്ച് ചെയ്ത് സെയിം ടൈമിൽ പറയാനായിട്ടുള്ള ഒരു ഓപ്ഷൻ എനിക്ക് തോന്നുന്നു മറ്റേ എങ്ങും ആർക്കും കിട്ടത്തില്ല. ദാറ്റ് ഐ എം കോൺഫിഡന്റ്. കാരണം നമ്മുടെ നമ്മുടെ റിസർച്ച് ടീമാണ്. ടീമും ഇപ്പോ ലൈവ് ആണ്. കാരണം നമ്മുടെ ഈ ക്വയറീസ് വരുമ്പോൾ റിസർച്ച് ചെയ്ത ഒരു അപ്ഡേറ്റ് തരുന്നത്. സോ ഐ എം വെരി ഹാപ്പി. എൻഡ് ഓഫ് ദി ഡേ ടീം വർക്ക് ആണല്ലോ റൈനി, റൈറ്റ്? ആ ടീം കോർ ടീം ഉണ്ട്, അതൊരു ഇമ്പോർട്ടന്റ് മാറ്റർ ആണ്. കോർ സിസ്റ്റം ഉണ്ട്, അത് ഇമ്പോർട്ടന്റ് ആണ്. വിത്തൗട്ട് കോർ സിസ്റ്റം കോർ ടീം ഉണ്ടാവില്ലല്ലോ, റൈറ്റ്? അപ്പൊ ഗോഡ് സ്പീഡിനെ സംബന്ധിച്ചിടത്തോളം ഒരു പേഴ്സണൽ മാത്രമല്ല, ഒരു കോർ ടീം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോരുത്തരുടെയും എഫേർട്ട് ഉണ്ട് ഇതിനകത്ത്. ഇതിന്റെ ബാക്ക് എൻഡിൽ ഇരിക്കുന്നവരും എല്ലാവരോടും വളരെയധികം താങ്ക്സ്. താങ്ക് യു സോ മച്ച് ഈച്ച് ആൻഡ് എവരി വൺ. ബിഹൈൻഡിലും ഫ്രണ്ടിലും ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒത്തിരി നന്ദി. And yes, that's it. Okay. So താങ്ക് യു മാം. താങ്ക് യു Thank അഞ്ജു. you. ആൻഡ് Thank ദെൻ you, everyone. താങ്ക് യു സോ മച്ച് ജീവൻ, നമ്മളുടെ ഫിനാൻസ് ഹെഡ് ആണ്. നിങ്ങളുടെ ഫിനാൻഷ്യൽ എന്തെങ്കിലും ക്വയറീസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇപ്പോ ക്യുഎൻഎയിൽ കുറച്ച് കൺസേൺസ് വന്ന് നമ്മളത് ആൻസർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും മുന്നോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ എക്സ്പേർട്ട് ഇവിടെ അവൈലബിൾ ആണ്. സോ താങ്ക് യു സർ. മീൻസ് താങ്ക് യു സോ മച്ച് എവറിബഡി. 16 years of excellence. Godspeed. Migration and study abroad experts.